മക്കളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം തിരുനബി ഫാത്തിമയുടെ വീട്ടിൽ ചെന്നു. ഹസനെയും ഹുസനെയും അന്വേഷിക്കുകയായിരുന്നു തങ്ങൾ. ഞങ്ങൾ നേരം വിളിപ്പിച്ചത് നാവിൽ തൊട്ടുവെക്കാൻ ഒന്നുമില്ലാതെയാണ്. ഹസനെയും ഹുസൈനെയും ഞാൻ കൊണ്ടുപോകാം, അവർ നിന്നെ അസ്വസ്ഥയാക്കാൻ സാധ്യതയുണ്ട് എന്നു പറഞ്ഞ് ഭർത്താവ് അവരെ കൂട്ടിപ്പോയതാണ്. ഒരു ജൂതന് പണിയെടുക്കാൻ പോയിരിക്കുന്നു, കുഞ്ഞുങ്ങൾ അവിടെ കാണും. ഇതു കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു പോയ ഇടം തേടിയിറങ്ങി. അവിടെ ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു തോട്ടത്തിൽ കളിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം പറിക്കുന്ന തിരക്കിലാണ്. കുഞ്ഞുങ്ങൾ പൊരുവെയിലിൽ കളിക്കുന്നത് കണ്ട് തങ്ങൾ പറഞ്ഞു, അലി, കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചൂടത്തിട്ടാലെങ്ങനെ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുദൂതരെ, ഇന്നലെ ഞങ്ങൾ നേരം വെളുപ്പിച്ചത് യാതൊന്നും രുചിച്ചു നോക്കാൻ ഇല്ലാതെയാണ്. അതുകൊണ്ട് അങ്ങ് അല്പം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഫാത്തിമയ്ക്ക് വല്ലതും ശേഖരിക്കാമായിരുന്നു. അതു കേട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പുറത്തിരുന്നു. അലിയാർ ജോലി തുടർന്നു. പണി കഴിഞ്ഞ് പ്രതിഫലമായി ലഭിച്ച ഈത്തപ്പഴങ്ങൾ ഒരു വട്ടയിലിട്ടു കൊണ്ടുവന്നു. ഒരു കുഞ്ഞിനെ നബിയും മറ്റവനെ അലിയും തോളിലെടുത്ത് അവർ നടന്നു വീട്ടിലേക്ക്. അനസ് റളിയല്ലാഹു അൻഹു ഓർക്കുന്നു, ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരത്തിനെത്താൻ അല്പം താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം തിരക്കി. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുദൂതരെ, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഫാത്തിമയുടെ അടുത്ത് കൂടിയാണ് പോന്നത്. അപ്പോൾ അവർ ധാന്യം പൊടിക്കുകയായിരുന്നു. കുഞ്ഞാണെങ്കിൽ അടുത്തിരുന്ന് കരയുന്നു. ഇത് കണ്ട് സഹിക്കാതെ ഞാൻ പറഞ്ഞു, ബീവി സമ്മതമാണെങ്കിൽ ധാന്യം ഞാൻ പൊടിച്ചു തരാം. ബീവി കുഞ്ഞിനെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബീവി തന്നെ പൊടിച്ചോളൂ, കുഞ്ഞിനെ ഞാൻ നോക്കാം. അപ്പോൾ ബീവി, നിങ്ങളെക്കാൾ എൻ്റെ കുഞ്ഞിനോട് കൃപ കാണിക്കാൻ ഞാൻ തന്നെയാണ് അർഹ എന്നു പറഞ്ഞ് ധാന്യം പൊടിക്കാൻ എന്നെ അനുവദിച്ചു. ഇതു കേട്ട് തിരുനബി പ്രാർത്ഥിച്ചു, നിനക്കും അവൾക്കും അള്ളാഹു കരുണ ചൊരിയട്ടെ.